K2-ലെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 2 എന്ന കോഴ്സിന്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്. മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിന്റെ ഒന്നാമത്തെ സബ്സെക്ഷനാണ് ഇവാലുവേഷൻ ഓഫ് ഡബിൾ ഇന്റഗ്രൽസ് വെൻ ഓൾ ദി ലിമിറ്റ്സ് ആർ കോൺസ്റ്റന്റ്സ്. എല്ലാ ലിമിറ്റ്സും കോൺസ്റ്റന്റ്സ് ആകുമ്പോൾ ഒരു ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 4-5 പ്രോബ്ലം ഡബിൾ ഇന്റഗ്രൽസിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. അത് കഴിഞ്ഞ് എന്തിനാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ പഠിച്ചത് എന്ന് ഞാൻ വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ആ ബേസിക് അറിയാം എന്നുള്ളവർ അത് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. ബേസിക് അറിയാത്തവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് എന്താണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ പോവാണ്. 2 raised to 3 plus 1. ഇതിനെ നമുക്ക് 2 raised to 4 എന്ന് എഴുതാം. 3ഉം 1ഉം കൂട്ടിയാൽ 4 ആണ്. ദാറ്റ് ഈസ് 2 multiplied 4 times. മുകളിൽ എത്ര തവണ എന്നുള്ളതാണ് മുകളിലത്തെ നമ്പർ സൂചിപ്പിക്കുന്നത്. അതായത് 2 into 2 into 2 into 2. 2നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1, 2, 3, 4. ഇതിനെ എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 2 multiplied 3 times. 2 raised to 3 into 2 ഒരു തവണ 2 raised to 1. അതായത് 2 raised to 3 plus 1നെ നമുക്ക് 2 raised to 3 into 2 raised to 1 എന്ന് എഴുതാൻ സാധിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ e raised to x plus y എങ്ങനെ എഴുതാം എന്ന് നോക്കുക. ഇവിടെ 2 raised to 3 plus 1 താഴെ 2 ആയിരുന്നു, 3 plus 1 മേളിലായിരുന്നു, താഴത്തെ 2 അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. 2 2 2. ആ 3 plus 1 മേളിൽ നമ്മൾ 3 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് e raised to x plus y എന്ത് വരും? താഴെ 2 ആയപ്പോൾ 2 2 ആയതുപോലെ താഴെ e ആകുമ്പോൾ ഇവിടെയും ഇയും ഇയും തന്നെയായിരിക്കും. ഇവിടെ 3 plus 1 ഇവിടെ 3 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തതുപോലെ x plus y നമ്മൾ x y എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ ഒരു ഫേമസ് ഫോർമുല ഉണ്ട്. x raised to m plus n is equal to x raised to m into x raised to n. താഴെ x ആണ്, ഇവിടെയും താഴെ x താഴെ x. മേളിലത്തെ m plus n സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ m ഉം ഇവിടെ n ഉം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇതിലേക്ക് വന്നത്. e raised to x plus y ഞാൻ e raised to x into e raised to y എന്ന് എഴുതിയായിരിക്കും പ്രോബ്ലം ചെയ്യുക. ഈ ഡബിൾ ഇന്റഗ്രലിനെ മാറ്റി ഡബിൾ ഇന്റഗ്രൽ e raised to x plus y മാറ്റി e raised to x into e raised to y എന്ന് എഴുതുന്നു. ഇനി നോക്കുക, ഇവിടെ രണ്ടാമത്തെ ഇന്റഗ്രലിൽ ലിമിറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണം മുൻഗണന കൊടുക്കാൻ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സെക്കൻഡ് ഇന്റഗ്രൽ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. സെക്കൻഡ് ഇന്റഗ്രൽ ലിമിറ്റുകൾ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഡി എ എന്ന് പറയുന്നതിനെ ഡി എക്സ് ഡി വൈ ആയിട്ടോ ഡി വൈ ഡി എക്സ് ആയിട്ടോ എഴുതാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഡി എക്സ് ഡി വൈ എഴുതി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് ആയിട്ട് എഴുതി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഏതായാലും ഡി എ മാറ്റി ഡി എക്സ് ഡി വൈ എന്ന് എഴുതുന്നു. ഇവിടെ ഡി എക്സ് ഡി വൈ എഴുതിയവർ ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ റിവേഴ്സ് ഓർഡർ ആയിരിക്കണം നമ്മൾ ഇന്റഗ്രലിന് ലിമിറ്റ് കൊടുക്കുന്നത്. ഇവിടെ എക്സ് കഴിഞ്ഞ് വൈ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈയുടെ ലിമിറ്റ് കഴിഞ്ഞ് എക്സിന്റെ ലിമിറ്റ് എഴുതണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഡി എക്സ് കഴിഞ്ഞ് ഡി വൈ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈയുടെ ലിമിറ്റ് കഴിഞ്ഞ് വേണം എക്സിന് ലിമിറ്റ്. ഇവിടെ തന്നെ നേരെ റിവേഴ്സ് ഓർഡർ വേണം ഇവിടെ എഴുതാൻ. അത് മറന്നു പോകരുത്. ഇവിടെ നോക്കുക, നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് വേരീസ് ഫ്രം 0 to ln2. എക്സ് ടേക്സ് ഓൾ വാല്യൂസ് ഫ്രം 0 to ln2 and y takes all values from 0 to ln3. First set cross the second set. X takes values from 0 to ln2 and y takes values from 0 to ln3. Yയുടെ ലിമിറ്റ് 0 മുതൽ ln3 വരെയാണ്. 0 to ln3. Xന്റെ ലിമിറ്റ് 0 to ln2. 0 to ln2. ഇനി ഈ രണ്ട് ഇന്റഗ്രലിന്റെയും നടുക്ക് കൂടി ഞാനൊരു ബ്രാക്കറ്റ് ഇടുന്നു. അതുപോലെ ഡി എക്സ് ഡി വൈ ഈ രണ്ടെണ്ണത്തിന്റെയും രണ്ട് എന്താ പറയുക, രണ്ട് നൊട്ടേഷൻസിന്റെയും നടുക്കുകൂടി ഞാനൊരു ബ്രാക്കറ്റ് ഇടും. ഈ ബ്രാക്കറ്റിലുള്ളത് ഞാൻ സൈഡിൽ മാറ്റി ചെയ്യുന്നു. ഇന്റഗ്രൽ എക്സ് ഇസ് ഈക്വൽ ടു 0 to ln2 e raised to x into e raised to y dx. dx indicates that x is a variable. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. എക്സ് വേരിയബിൾ ആണ്, ബാക്കി എന്തുണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്തോളൂ എന്നുള്ള ഇൻഡിക്കേഷൻ ആണ്.
എക്സ് മാത്രമാണ് വേരിയബിൾ. ഇപ്പം ഇ റേസ് ടു എക്സ് ആണെങ്കിലും സൈൻ എക്സ് ആണെങ്കിലും കോസ് എക്സ് ആണെങ്കിലും അതൊക്കെ വേരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ വൈ ടേമൊക്കെ കോൺസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും വേണം. ഇ റേസ് ടു വൈ കോൺസ്റ്റന്റ് ആകും, സൈൻ വൈ ആണെങ്കിൽ സൈൻ വൈ കോൺസ്റ്റന്റ് ആകും, ലോഗ് വൈ ആണെങ്കിൽ ലോഗ് വൈ കോൺസ്റ്റന്റ് ആകും, വൈ സ്ക്വയർ ആണെങ്കിൽ വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആകും. വൈ ടേമുകളെല്ലാം കോൺസ്റ്റന്റ് ആകും. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഇ റേസ് ടു വൈ ആണ്, കാരണം ഡി എക്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എക്സ് ഇസ് എ വേരിയബിൾ ആൻഡ് എവറിത്തിങ് എൽസ് ആർ കോൺസ്റ്റൻസ്. ഇ റേസ് ടു വൈ പുറത്തെടുക്കുക. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ആയതുകൊണ്ടാണ് പുറത്തെടുക്കുന്നത്. പ്ലസ് ആണെങ്കിൽ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഇൻറ്റു ആയതുകൊണ്ട് കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. ഇ റേസ് ടു വൈ പുറത്തെടുത്തു. ഇന്റഗ്രൽ എക്സ് വേരീസ് ഫ്രം 0 to ln2 e raised to x dx. So this is equal to e raised to y into e raised to x ന്റെ ഇന്റഗ്രൽ e raised to x ആണെന്ന് എല്ലാവർക്കും അറിയാം. e raised to x അത് കോമൺ ഫോർമുലയാണ്. നമ്മൾ ഈ ലിമിറ്റ് ഉള്ള ഇന്റഗ്രലിന്, ലിമിറ്റ് മീൻസ് ഇവിടെ കണ്ടോ ലോവർ ലിമിറ്റും ഉണ്ട് അപ്പർ ലിമിറ്റും ഉണ്ട്. ലിമിറ്റ് ഉള്ള ഇന്റഗ്രലിന് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ നേരത്തെ പ്ലസ് സി ഇടാറില്ല. ലിമിറ്റ് ഇല്ലാതെ ഇന്റഗ്രേഷൻ ആണെങ്കിൽ വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്നായിരിക്കും ഉത്തരം പറയുക. ലിമിറ്റ് ഉള്ളപ്പോൾ ആ സിക്ക് പ്രസക്തിയില്ല, കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആകുമ്പോൾ സി ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. എനിവേ ലിമിറ്റ് ഉള്ള ഇന്റഗ്രൽ ആണെങ്കിൽ സിയുടെ ആവശ്യമില്ല. ഇ റേസ് ടു എക്സ് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ബ്രാക്കറ്റ് ഇട്ടിട്ട് ലോവർ ലിമിറ്റ് താഴെ എഴുതുക 0, അപ്പർ ലിമിറ്റ് മേളിൽ എഴുതുക ln2. That is equal to e raised to y into സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റ് അകത്ത് തന്നെ എഴുതണം, ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോകരുത്. ഇ റേസ് ടു എക്സിന് പകരം ln2. എക്സ് ആയിരുന്ന വേരിയബിൾ, ബിക്കോസ് ഡി എക്സ് ഇൻഡിക്കേറ്റ്സ് എക്സ് ഇസ് എ വേരിയബിൾ. എക്സിന് പകരം ln2 കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. മൈനസ് അടുത്ത ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇ റേസ് ടു എക്സിന് പകരം 0 കൊടുക്കുക. വലിയ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. is equal to e raised to y into e raised to ln2 എന്ന് പറഞ്ഞാൽ ഈ ln വെട്ടിപ്പോകുന്ന കാര്യമാണ്. വെറും 2 ആയിരിക്കും നമുക്ക് കിട്ടുക. 2 minus e raised to 0 is 1. Any number raised to 0 is taken as 1. Any number raised to 0 is taken as 1. It is actually a number, irrational number like pi. pi പോലെ തന്നെ ഒരു irrational number ആണ്. അപ്പം number raised to 0 is 1. ഇ റേസ് ടു ln2 ഈ ln ഇ റേസ് ടു ln കട്ട് ചെയ്ത് പോകുന്നതാണ്. ബാക്കി 2 മാത്രം നമുക്ക് കിട്ടും. That is equal to e raised to y into 2 minus 1 is 1, which is equal to e raised to y. അപ്പൊ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള ആൻസർ എന്ന് പറയുന്നത് e raised to y ആണ്. നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് ബിക്കംസ് ഇന്റഗ്രൽ y is equal to 0 to ln3. ഈ ബ്രാക്കറ്റിനുള്ള കാര്യം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. e raised to y ആണ്. ബ്രാക്കറ്റിന്റെ പുറത്ത് ആകെ ഡി വൈ മാത്രമുണ്ട്. ഡി വൈ എഴുതുന്നു. ഇ റേസ് ടു വൈ ഡി വൈ, വൈ വേരിയബിൾ ആണ്. അപ്പൊ ഇ റേസ് ടു വൈ ഇസ് ഓൾസോ വേരിയബിൾ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു വൈ തന്നെ കിട്ടും. പ്ലസ് സിയുടെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ലിമിറ്റുകൾ ഉണ്ടെങ്കിൽ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉണ്ടെങ്കിൽ പ്ലസ് സി ഇടേണ്ട ആവശ്യമില്ല. ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രൽ ആകുമ്പോൾ നമ്മൾ പ്ലസ് സി ഇടുന്നത്. ഇ റേസ് ടു വൈ ബ്രാക്കറ്റ് ഇടുക. ലോവർ ലിമിറ്റ് താഴെ കൊടുത്തു, അപ്പർ ലിമിറ്റ് ln3 മേളിലും കൊടുത്തു. ദിസ് ബിക്കംസ് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ടൊരു ചെറിയ ബ്രാക്കറ്റ് അപ്പർ ലിമിറ്റിന് വേണ്ടിയിട്ട് ഇ റേസ് ടു വൈയുടെ സ്ഥാനത്ത് ln3 മൈനസ് ലോവർ ലിമിറ്റിന് വേണ്ടിയിട്ട് അടുത്ത ബ്രാക്കറ്റ് ഇടുക ഇ റേസ് ടു വൈയുടെ സ്ഥാനത്ത് 0. കാരണം ഇവിടെ നമുക്ക് ഡി വൈ ഇൻഡിക്കേറ്റ്സ് വൈ ഇസ് എ വേരിയബിൾ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ln. ഈ ln വെട്ടിപ്പോകും, ബാക്കി 3 കാണത്തുള്ളൂ. 3 മൈനസ് ഇ റേസ് ടു 0 is 1. എനി നമ്പർ റേസ് ടു 0 is 1. 3 minus 1 is 2. So 2 is the final answer of the integral. ഓക്കെ, ഇതിപ്പോ ഞാൻ ഡി എക്ക് പകരം ഡി എക്സ് ഡി വൈ ഇത് ചെയ്തത് കൊണ്ട് ആദ്യം ഫസ്റ്റ് ഇന്റഗ്രൽ വൈയുടെ ലിമിറ്റും സെക്കൻഡ് ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റും കൊടുത്തു. നിങ്ങൾ ഡി വൈ ഡി എക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നേരെ റിവേഴ്സ് ഓർഡർ, ഫസ്റ്റിൽ എക്സും സെക്കൻഡിൽ വൈയുടെ ലിമിറ്റും കൊടുക്കേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്, കാരണം ഡി എ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡി എക്സ് ഡി വൈ ഏത് ചെയ്യണോ, ഡി വൈ ഡി എക്സ് ഏത് ചെയ്യണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ ഏത് ചെയ്താലും ആൻസർ 2 തന്നെ കിട്ടും, പേടിക്കേണ്ട. സെക്കൻഡ് ഇന്റഗ്രലിൽ ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യമാണ്, അത് വേറെ സ്റ്റോറിയാണ്. അത് നമുക്ക് പുറകെ നോക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പിന്നാലെ നമുക്ക് നോക്കാം. ഓക്കെ, സോ കംപ്ലീറ്റ് ദിസ് പ്രോബ്ലം.